ഒരു മനുഷ്യന് ഒരു വാഹനാപകടം സംഭവിക്കുകയും എങ്ങനെയോ ഒരു സ്മാർട്ട് ഫോണായി മാറുകയും ചെയ്യുന്നു. സ്വയം അൺലോക്ക് ചെയ്ത ശേഷം അയാൾ ക്യാമറ തുറന്ന് ആകാശത്തിന്റെ ഒരു ചിത്രം പകർത്തുന്നു. എന്നിട്ട് താനൊരു സ്മാർട്ട് ഉപകരണമായി മാറിയെന്നും 15% ബാറ്ററി മാത്രമേ ബാക്കിയുള്ളൂ എന്നും എഴുതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ആരെങ്കിലും തന്നെ കണ്ടെത്തുകയും ചാർജ് ചെയ്യുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഒരു വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് അയാൾ തന്റെ ലൊക്കേഷൻ ചേർക്കുന്നു. ആളുകൾ അവന്റെ സർഗാത്മകതയെ പ്രശംസിക്കുന്നു. അടുത്ത ദിവസം വെറും 3% ബാറ്ററി മാത്രം ശേഷിക്കെ മനസ്സിന് തെളിച്ചം വരുത്താനായി കാൽനടയായി പോയ റെൻ ചാങ് എന്നൊരാൾ അവനെ കണ്ടെത്തുന്നു. റെൻ ചാങ് ഫോൺ വീട്ടിലേക്ക് കൊണ്ടുപോയി പ്ലഗ് ചെയ്യുന്നു. ഫോൺ ലോക്കായിരുന്നു. എന്നാൽ അത് തനിയെ അൺലോക്കായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഭയന്നുപോയ റെൻ ചാങ് ഫോൺ മുറിയിലേക്ക് വലിച്ചെറിയുന്നു. ഫോൺ ഒരു ബ്രൗസർ തുറക്കുകയും താൻ ഒരു വലിയ ടെക് കമ്പനിയുടെ പ്രസിഡന്റ് ജിന്നാണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യക്തിത്വം തെളിയിക്കാൻ അടുത്തുള്ള ആരെങ്കിലും ഫോൺ വിദൂരമായി നിയന്ത്രിക്കുകയാണെന്ന് അയാൾ ചുറ്റും നോക്കി ചിന്തിക്കുന്നു. തന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകാൻ ജിൻ റെൻ ചാങ്ങിനോട് പറയുന്നു. നന്ദിസൂചകമായി ഉടൻ തന്നെ $10 ദശലക്ഷം അയക്കാമെന്നും അയാൾ പറയുന്നു. റെൻ ചാങ് അത് ടൈപ്പ് ചെയ്യുകയും പെട്ടെന്ന് തന്റെ അക്കൗണ്ടിൽ $10 ദശലക്ഷം ചേർത്തതായി കാണുകയും ചെയ്യുന്നു. സഹായിക്കാൻ സമ്മതിച്ചാൽ $100 ദശലക്ഷം കൂടി അയക്കാമെന്ന് ജിൻ പറയുന്നു. നിങ്ങൾ ശരിക്കും പ്രസിഡന്റാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കൂ എന്ന് റെൻ ചാങ് മറുപടി നൽകുന്നു. ഒരു ജീവനക്കാരനായിട്ടല്ല, പ്രസിഡന്റായി തന്നെ തൽക്ഷണം ജിൻ സമ്മതിക്കുന്നു. പോകുന്ന വഴിയിൽ താൻ നിയമന കത്ത് കമ്പനിയുടെ ഇമെയിലിലേക്ക് അയച്ചു കഴിഞ്ഞെന്ന് ജിൻ അവനോട് പറയുന്നു. ജീവനക്കാർ തന്നെ വിശ്വസിക്കില്ലെന്ന് റെൻ ചാങ് ആശങ്കപ്പെടുന്നു. എന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, എന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഒരു യഥാർത്ഥ പ്രസിഡന്റാക്കാമെന്ന് ജിൻ പറയുന്നു. ആദ്യപടി കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങുക. റെൻ ചാങ് 8 സ്യൂട്ടുകൾ വാങ്ങുകയും ഒരു ആഡംബര ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുകയും ചെയ്യുന്നു. അന്ന് മലയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തങ്ങൾ കണ്ടെത്തണമെന്ന് ജിൻ അവനോട് പറയുന്നു. 3 പ്രധാന ചോദ്യങ്ങളുണ്ട്. അയാൾ അന്ന് ഗോൾഫ് കോഴ്സിലേക്ക് പോയിരുന്നോ? എന്തുകൊണ്ടാണ് അവന്റെ കാർ പെട്ടെന്ന് നിന്നത്? എന്തിനാണ് അയാൾ മലകളിൽ ചെന്ന് പെട്ടത്? സത്യം കണ്ടെത്തുന്നതിലൂടെ മാത്രമേ ജിന്നിന് അവന്റെ മനുഷ്യ ശരീരത്തിലേക്ക് മടങ്ങാൻ കഴിയൂ. റെൻ ചാങ്ങിന് സാഹചര്യം താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് തോന്നുന്നു. എന്നാൽ അവൻ സ്വയം ശാന്തനാവുകയും ഞാൻ വെറും ആചാരങ്ങളെ വെറുക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇഞ്ചു സ്വയം അവന്റെ സെക്രട്ടറിയായി പരിചയപ്പെടുത്തുന്നത്. പ്രസിഡന്റിന്റെ ഓഫീസിന് പുറത്തു നിൽക്കുമ്പോൾ റെൻ ചാങ്ങിന് പരിഭ്രമം തോന്നി. അകത്ത് ഓഫീസിന്റെ വലുപ്പം അവനെ അത്ഭുതപ്പെടുത്തി. ജോലിക്ക് ശേഷം തന്റെ പഴയ വീട്ടിലേക്ക് പോകാൻ ജിൻ അവനോട് പറയുന്നു. അവന് തന്റെ മകളെ കാണണം. റെൻ ചാങ് പോകാൻ തയ്യാറെടുക്കുമ്പോൾ വീട്ടുജോലിക്കാരി പുറത്തേക്ക് പോകുന്നത് അവർ കാണുന്നു. പരിഭ്രാന്തരായി അവർ വണ്ടി ഓടിച്ചു പോകുന്നു. ആ മനുഷ്യനെ പിന്തുടരാൻ ജിൻ അവനോട് പറയുന്നു. വീട്ടുജോലിക്കാരിക്ക് അപകടവുമായി ബന്ധമുണ്ടെന്ന് അയാൾ സംശയിക്കുന്നു. അവർ അവനെ ഒരു കഫേയിലേക്ക് പിന്തുടരുന്നു. റെൻ ചാങ് അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ വീട്ടുജോലിക്കാരി ആരെയാണ് കാണുന്നതെന്ന് കണ്ടപ്പോൾ അവൻ പൂർണ്ണമായും അമ്പരന്നു പോകുന്നു.